ലോകചരിത്രത്തിൽ കരുത്തും സമ്പത്തും കൊണ്ട് അജയ്യരായിരുന്ന ഒരു ജനതയുണ്ടായിരുന്നു, ആദ് സമുദായം. പർവ്വതങ്ങൾ വെട്ടിമുറിച്ച് മനോഹരമായ കൊട്ടാരങ്ങൾ പണിതവർ. എന്നാൽ തങ്ങളുടെ കരുത്തിൽ അഹങ്കരിച്ച അവരിലേക്ക് അള്ളാഹു അയച്ച ദൂതനായിരുന്നു ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ചരിത്രവും ഖുർആനും സാക്ഷ്യപ്പെടുത്തുന്ന ആ സത്യകഥ നമുക്കൊന്ന് നോക്കാം. നൂഹ് നബിയുടെ കാലത്തെ മഹാപ്രളയത്തിന് ശേഷം ഭൂമിയിൽ അധിവസിച്ച പ്രധാനപ്പെട്ട ജനവിഭാഗമായിരുന്നു ആദ്. യമനിലെയും ഒമാനിലെയും ഇടയിലുള്ള അഖാഫ് എന്ന മണൽക്കുന്നുകൾ നിറഞ്ഞ പ്രദേശത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ശാരീരിക കരുത്ത്. അവർ അതികായന്മാരും വലിയ ശാരീരിക ബലമുള്ളവരുമായിരുന്നു. വാസ്തുവിദ്യ. ലോകത്ത് അതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്ത വിധം തൂണുകളുള്ള നഗരം അവർ നിർമ്മിച്ചു. ഖുർആൻ അവരെക്കുറിച്ച് ചോദിക്കുന്നു, നാടുകളിൽ ഒരിടത്തും അതുപോലെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത തൂണുകളുള്ള ഇറം നഗരത്തിൻ്റെ കാര്യത്തിൽ നിന്റെ നാഥൻ ചെയ്തത് നീ കണ്ടില്ലേ? സമ്പത്തും ആയുധബലവും വർദ്ധിച്ചപ്പോൾ അവർ ഏകദൈവ വിശ്വാസം കൈവെടിഞ്ഞ് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അക്കാലത്താണ് ആദ് സമുദായത്തിൽ നിന്ന് തന്നെ ഹൂദ് നബിയെ അള്ളാഹു നിയോഗിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവവുമില്ല. എന്നാൽ അവർ പരിഹാസത്തോടെ മറുപടി നൽകി, ഞങ്ങളെക്കാൾ കരുത്തുള്ളവർ ആരുണ്ട്? അവർ സ്വന്തം കരുത്തിൽ അഹങ്കരിക്കുകയായിരുന്നു. വർഷങ്ങളോളം ഹൂദ് നബി അവരെ ഉപദേശിച്ചു. എന്നാൽ അവർ കൂടുതൽ ധിക്കാരികളായി. തുടർന്ന് ആ നാട്ടിൽ കടുത്ത വരൾച്ചയുണ്ടായി. മഴ നിലച്ചു, കൃഷികൾ കരിഞ്ഞുണങ്ങി. ഇതൊരു താക്കീതാണെന്നും അള്ളാഹുവിലേക്ക് മടങ്ങണമെന്നും ഹൂദ് നബി അവരെ ഓർമ്മിപ്പിച്ചു. പക്ഷേ അവർ അത് കേട്ടില്ല. അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷ ആഗതമായി. ആകാശത്ത് കറുത്ത മേഘങ്ങൾ കണ്ടപ്പോൾ അവർ കരുതിയത് തങ്ങൾക്ക് മഴ ലഭിക്കാൻ പോകുന്നു എന്നാണ്. എന്നാൽ അത് അനുഗ്രഹമായിരുന്നില്ല. ഭീകരമായ കാറ്റ്. തുടർച്ചയായി 7 രാത്രിയും 8 പകലും നീണ്ടുനിന്ന അതിശക്തമായ തണുത്ത കാറ്റ് അവരെ തകർത്തെറിഞ്ഞു. ആ കാറ്റ് മനുഷ്യരെ വേരോടെ പിഴുതെറിയപ്പെട്ട ഈത്തപ്പനത്തടികൾ പോലെ നിലം പരിശാക്കി. ആ വലിയ നാഗരികത പൂർണ്ണമായും മണ്ണടിഞ്ഞു. അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ ഹൂദ് നബിയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ഒരു ചെറിയ വിഭാഗം ആളുകളും ആ മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ശിക്ഷയ്ക്ക് ശേഷം അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. കരുത്തും അധികാരവും ശാശ്വതമല്ലെന്ന വലിയ പാഠമാണ് ഹൂദ് നബിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അഹങ്കാരം ഒരു ജനതയെ എങ്ങനെ തകർക്കുമെന്ന് ആദ് സമുദായത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു.